നമസ്കാരം. ഒരു സ്ത്രീക്കും പുരുഷനും, അത് പ്രത്യേകിച്ചും വിവാഹിതരായ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരമുണ്ടാകുന്ന ഒരു ആകർഷണം, അതിനുശേഷം അത് മറ്റൊരു തലത്തിലേക്ക് ആ ബന്ധം പോകുന്നു. അതിനെ പലപ്പോഴും പലരും അവിഹിതം എന്നൊരു പേരിട്ട് വിളിക്കാറുണ്ട്. അത് ശരിയാണോ? അങ്ങനെ അത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു പുരുഷനൊരു സ്ത്രീയെ പറഞ്ഞിട്ടുള്ളൂ. ചെന്ന് കഴിക്കുമ്പം പഞ്ചപാണ്ഡവരുടെ കാര്യം നമ്മൾ എടുക്കുന്നത്, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നിട്ട് എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, മനസ്സെന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഭവം അല്ലേ? ബോധമാണ്, അതോ ഹൃദയമാണ്? എവിടെയാണ് നിൻ്റെ ചിന്തകൾ കൊണ്ടുപോകുന്നതാണോ മനസ്സ്? 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുള്ള മനുഷ്യ ശരീരം എന്ന് ശാസ്ത്രം പറയുന്ന, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം പറയുന്ന ഈ ശരീരത്തിലൂടെ നിൻ്റെ ചിന്തകളെ നയിക്കുന്നത് എന്താണ്? ഇപ്പം അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. ഇവരൊരുമിച്ച് ഇന്നലെ എറണാകുളത്ത് ആത്മഹത്യ ചെയ്തു. ആരൊക്കെ? നമ്മുടെ 3 പേര്. അവർ വിദ്യാഭ്യാസ ഛത്തീസ്ഗഡിലുള്ള മനുഷ്യരാണ്, അവർ ഉദ്യോഗസ്ഥരാണ്. സഹോദരിയെ അമ്മയെ പൂ കൊണ്ട് വിതറിയിട്ട് അമ്മ മരണശേഷം അവർ തൂങ്ങി മരിച്ചു. ഇതെല്ലാം തന്നെ ഒരു മനസ്സിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകും. മനസ്സിന് ഉണ്ടാക്കുന്ന ആഘാതമുണ്ട്. മാനസികമായ ആഘാതം മനുഷ്യനുണ്ടാക്കുന്ന ഒരു തരം അവസ്ഥകളാണ് ആത്മഹത്യകളിലേക്ക് പോയി ചേരുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടവർ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവ്, ആവിയാകുന്ന ആത്മാവ്, അത് ഈ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെ സാരി ഉടുപ്പ് നടക്കുന്നൊന്നുമല്ല. അങ്ങനെ കാണാനും പറ്റും. ഒരു ധൂമലക്ഷണമാണത്. ഒരു ധൂമം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ അലിഞ്ഞ് നടക്കും. അത് സത്യമാണ്. അത് എൻ്റെ അനുഭവമാണ്. എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ വായിച്ചാൽ റിയൽ അനുഭവങ്ങളാണ് എഴുതിയേക്കുന്നത്. മരണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങളെ മനുഷ്യൻ ഒരു ജന്മം ഈശ്വരൻ തന്നിരിക്കുന്നത് നീ എങ്ങനെ ജീവിച്ചു മരിക്കണമെന്നറിയാനായിട്ട്. എന്നാൽ ചോദിക്കുക, അപകടങ്ങളില്ലേ? നീ അപകടപ്പെട്ട് മരിക്കണമെന്നാണ് വിധി. അങ്ങനെയാണ്. വെള്ളപ്പൊക്കത്തിൽ മറ്റേ മല മുഴുവൻ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ജാതകം പരിശോധിച്ചാൽ ആ ഒരു മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടി മരിക്കണമെന്നുള്ളവരും രക്ഷപ്പെട്ടവർ വീണ്ടും അങ്ങനെ മരിക്കണം എന്നുള്ളവർ വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവിഹിതത്തിലേക്ക് വന്നാൽ 2 മനസ്സുകൾ തമ്മിലുള്ള ആകർഷണം, അത് ഞാനിപ്പോൾ പറയുമ്പോൾ പൂർവ്വജന്മം പറയും. പൂർവ്വജന്മത്തിൽ പ്രണയിച്ച് പൂർണ്ണമാകാതെ പോകുന്ന ജന്മങ്ങൾ ഈ ജന്മത്തിൽ ചിലപ്പം കണ്ടുമുട്ടിയാൽ ആകർഷണം ഉണ്ടായിരുന്നു വരാം. ചിലർ വളരെ ഡീപ്പായിട്ട് പോകും. ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണമാണെങ്കിലും അത് ശാരീരിക മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ശരീരം എവിടെയാണ്? ശരീരം നമ്മുടെ ദൃഷ്ടിയാൽ കാണുന്നതാണ് ശരീരം. ഈ ശരീരത്തിൻ്റെ ഏതോ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് മനസ്സെന്ന് നമ്മൾ പറയുന്നത്. ഈ മനസ്സെന്ന് പറയുന്ന ഒരിടത്ത് നിൽക്കുന്ന ഒരു സ്ഥാനമല്ല അല്ലേ? നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്നെ നീ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നീ എന്നെ ഉൾക്കൊണ്ടില്ലല്ലോ അല്ലേ? നമ്മൾ പലരും നീ എന്നെ മനസ്സിലാക്കിയിട്ടല്ലേ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയായി മനസ്സ്? അതെ, നമ്മുടെ ബോധമാണ് ഈ മനസ്സെന്ന് പറയും. നീ ജീവിച്ചിരിക്കുന്നു, നീ ഇന്ന ആളോടാണ് സംസാരിക്കുന്നത്, ഇതാണ് നീ സംസാരിക്കുന്നത്, ഇയാളോട് നീ പണ്ട് നീ എന്നോട് ഇങ്ങനെ ഉപദ്രവിച്ചവനാണ്, അത് നീ ഇപ്പോൾ ഓർക്കുന്നു. ഇതെല്ലാം മനസ്സിൻ്റെ ഘടനയാണ്. എന്താണ്? ഒരു ഘട്ടം കഴിയുമ്പോൾ ഓർമ്മപ്പിശക് വരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മനസ്സ് താളം തെറ്റി തുടങ്ങും. ഓർമ്മയില്ലാതെ എത്രയോ പേര് മരിക്കുന്നു. ഓർമ്മയില്ലാതെ രോഗമാണ്. എന്താണ്? അവർക്ക് ഓർമ്മകളേ ഇല്ല. എന്നാൽ അവരെ ശരീരം അവരെ മറന്നു, അവരെ മനസ്സ് അവരിൽ നിന്ന് വിട്ടുപോയി. ഇത് വിധിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തിരിച്ചറിയുക. ആദ്യം നമുക്ക് എല്ലാത്തിനോടും സ്വർണ്ണത്തിനോട് ആകർഷണം ഉണ്ടാവാം, സ്ത്രീയോട് ആകർഷണം ഉണ്ടാകാം, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ഉണ്ടാകാം, ഹിതമല്ലാത്ത ബന്ധങ്ങളുണ്ടാകാം, സ്വത്തിനോട് ആകർഷണം ഉണ്ടാകാം, മറ്റൊരുടെ ജീവിതം കണ്ട് കൊതി തോന്നാം, എനിക്കിതില്ലല്ലോ എന്നുള്ള. ഇതെല്ലാം മനസ്സിൻ്റെ ഘടകങ്ങളാണ്. ഹിതമല്ലാത്ത ജീവിത രീതികളും ഹിതമല്ലാത്ത മാർഗങ്ങളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്കത് അനുഭവിക്കാനുണ്ടെങ്കിൽ നീ അവിഹിത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ആ RTO, അദ്ദേഹത്തിന് മാന്യമായൊരു ജോലിയുണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്നൊരു ജോലിയുണ്ട്.
അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും ഉണ്ട്. പുള്ളി എന്താ ചെയ്തത്? ഹിതമല്ലാത്ത മാർഗത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്, ചെകുത്താൻ്റെ കയറിയിട്ട് ഹിതമല്ലാത്ത മാർഗത്തിലൂടെ കുറേ സമ്പത്ത് ഇപ്പം എല്ലാം പോയില്ലേ. ഇപ്പോൾ നമ്മുടെ ആനന്ദകുമാറൊക്കെ ഇടപെട്ട നമ്മുടെ ആ പകുതി വില സാധനം, ആ ലൈഫേ പോയില്ല എല്ലാവരുടെയും. അവരുടെ ലൈഫല്ല പോകുന്നത്, അതിൽ വിശ്വസിപ്പിച്ചെടുത്ത ആയിരക്കണക്കിന് ആൾക്കാരുടെ ചെറിയ ചെറിയ തുകകൾ അവരുടെ മനസ്സിന്താണ്, ഓ എനിക്ക് പകുതി പൈസ കൊടുത്താൽ ഒരു വണ്ടി കിട്ടുമല്ലോ, എല്ലാം പകുതി കൊടുത്താൽ മതിയല്ലോ. മലയാളിയുടെ ആ മനസ്സിനെ വിശ്വസിപ്പിക്കാനും ചൂഷണം ചെയ്യാനും അവർക്ക് പറ്റി. എനിക്ക് അനന്തകുമാറിൻ്റെ കാര്യത്തിലൊക്കെ ദുഃഖമുണ്ട്. കാരണം ഇവരൊന്നും അതിൽ പോയി പെടേണ്ടതില്ല. പിന്നെ എന്തിനാണ് ഇതിൽ പോയത്? അവരുടെ മനസ്സിനെ അപ്പുറത്തേക്ക് ഹിതമല്ലാത്ത അല്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു ചോദ്യം, ഈ അനന്തകുമാറിനെ പോലെയുള്ള ഒരാൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചിരുന്നത് ഒരു മുഖം മൂടിയല്ലേ? അതായത് അവർക്കൊരു ഇരട്ട വ്യക്തിത്വമല്ലേ അത്? അങ്ങനെ എനിക്ക് തോന്നുന്നു. മറ്റേ CSR ഫണ്ടാണ്. ആ ഫണ്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്കുണ്ടായിരുന്നിരിക്കും. ആരോ ഇവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കും. നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഒരു പക്ഷേ ഇത് തുടങ്ങിയത്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവാത്ത കാര്യം, അതിലെ പ്രധാനപ്പെട്ട വ്യക്തി ഭൂസ്വത്തുകൾ വാങ്ങിക്കൂട്ടി. ഭൂസ്വത്തുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി, പണം പണം മാറ്റിയെടുത്തു. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സത്യസന്ധതയിലുള്ളൊരു പ്രശ്നം. അതിപ്പോൾ ഇവരറിയണം എന്നില്ല. എന്തായാലും ഒരു ജന്മത്ത് ആ നേടിയതെല്ലാം തന്നെ ഹിതമല്ലാത്ത മാർഗമായതുകൊണ്ട്, ഹിതമല്ലാത്ത ജീവിത രീതിയും ഹിതമല്ലാത്ത ചിന്തകളും കൊണ്ട് നശിച്ചു പോയി എന്നുള്ളത് അല്ലേ? അതെ. അപ്പം നീ നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒരിക്കലും രക്ഷപ്പെടാത്ത തരത്തിലുള്ള അവിഹിതമായ മാർഗങ്ങളിൽ പോയി വീഴും. രക്ഷപ്പെടാൻ തിരിച്ചുവിടാൻ പറ്റില്ല. അതാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ശാരീരിക ബന്ധം മാത്രമല്ല, ഈ മനസ്സ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ ഇന്നലെ വരെ എങ്ങനെയാണ് ജീവിച്ചത്, ഇന്നലെ വരെ കണ്ട പാഠം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അത് നമ്മുടെ മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് സത്കർമ്മങ്ങളും കൂടെ ചെയ്തിട്ട് മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ശാരീരിക ബന്ധം, രണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസികവും ശാരീരികവുമായുള്ള ബന്ധം മാത്രമല്ല അവിഹിതം, ഈ പറഞ്ഞതെല്ലാം തന്നെ അവിഹിതമാണ്. രാഷ്ട്രീയത്തിൽ ഇഷ്ടം പോലെ പണമുണ്ടാക്കിയിട്ട് മൂന്നാം തലമുറ അനുഭവിക്കാതെ പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്. പണമുണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പൂർണ്ണമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. പണം നമുക്ക് തരുന്നത് എന്താണ്? കുറേ സുഖഭോഗങ്ങൾ തരും. പക്ഷേ അതിൻ്റെ പിന്നിലൊരു വലിയ ദുഃഖം വരാനുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഏറ്റവും കോടീശ്വരന്മാരായ ആൾക്കാരെ പഴയ കാലത്തുള്ളവരെ എടുത്തു നോക്കൂ. സത്കർമ്മങ്ങൾ നിൽക്കാത്ത എല്ലാവരും, ഹിതമല്ലാത്ത മാർഗത്തിൽ ജീവിച്ച സകലരും സർവനാശം സംഭവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇതാണ് ഈ അവിഹിതത്തിനുള്ളൊരു കാര്യം അല്ലേ? അതെ. അത് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും, അത് വിവാഹിതരായ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ആകർഷണം തോന്നി. അത് ചിലപ്പോൾ പ്രണയം കൊണ്ടായിരിക്കാം, ചിലപ്പം ശരീരത്തിൻ്റെ ഒരു ആകർഷണമായിരിക്കാം. അത് ശരീരം പങ്കിടുന്നത് അതിനെക്കുറിച്ചാണ്. അത് ശരിയാണോ തെറ്റാണോ? നമ്മുടെ രണ്ടുപേരും തമ്മിലുള്ള ഇന്നത്തെ നമ്മുടെ നിയമപരമായ വ്യവസ്ഥയിൽ നിയമപരമായിട്ട് ശരിയാണ്. പക്ഷേ നമ്മൾ ധാർമ്മികമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണ്. അത് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല. ഹിതമല്ലാത്ത ബന്ധങ്ങൾ തെറ്റ് തന്നെയാണ്. അതാര് ചെയ്താലും തെറ്റ് തന്നെ. അതാണ് ഈ മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഭാര്യയും ഭർത്താവും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഏക്കർ കണക്കിനുള്ള സ്വത്തിനകത്ത് ഒരു കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. അത് 5 സെൻറ്റായിരുന്നു, അത് 10 സെൻറ്റാക്കി അപ്പൂപ്പൻ കൊടുത്തതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ അച്ഛൻ, അദ്ദേഹത്തിനൊരു കടയുണ്ട് അവിടെയുള്ള 77 വയസ്സുള്ള അച്ഛൻ അവിടെ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. 77 വയസ്സുണ്ട്. 77 വയസ്സുള്ള അച്ഛൻ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ കുത്തി സംസാരിക്കും. ഈ പെൺകുട്ടി മുമ്പിൽ നിന്ന് കരയുവാണ്. സമയം എന്താണ് മാർഗം? മകള് കരയാണ്, മകളും ഭർത്താവും. അപ്പോൾ ആ അമ്മ, ഇവരുടെ അമ്മയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 77 വയസ്സുള്ള ഈ മനുഷ്യൻ ആ കുടികിടപ്പിനകത്തുള്ള 10 സെൻറ്റിൽ താമസിക്കുന്ന കുടുംബത്ത് അതിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയോടാണ് ബന്ധം. അവൾ വിദേശത്തെങ്ങാണ്ട് പോയിട്ട് ഇയാൾ പൈസ അയച്ചു കൊടുക്കുന്ന 24 മണിക്കൂർ സംസാരിക്കും. ഈ അമ്മ ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അതാണ് കലിയുഗം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ ഇതിലപ്പുറവും സംഭവിക്കും. ഇതിനപ്പുറം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതെ.
ഇത് രണ്ട് പേരത്തിലുള്ള ആകർഷണമല്ല. എന്നാൽ 77 വയസ്സുള്ള അവൻ മകളിനേക്കാൾ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടിയുമായിട്ട് ഹിതമല്ലാത്ത മാർഗത്തിൽ കൂടെ ബന്ധമുണ്ടാക്കുക, അവളെ പൈസ പണം കൊടുക്കുക, അവളെ വിദേശ 24 മണിക്കൂറും വിളിക്കുക. ശരിയാണ്? ഇവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അതെ. അപ്പോൾ ഇത് പറയുമ്പോൾ അത് പുള്ളി 77 വയസ്സുണ്ട്, അങ്ങനെ ഭാര്യയും മക്കളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പുള്ളി അത് ചെയ്യണേ. ഏതാണ് അവിടെ ഹിതമോ അവിഹിതമാണോ? ഇത് എൻ്റെ മുമ്പിൽ 3 ദിവസം മുമ്പ് വന്ന 2 പേരുടെയാണ്. ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, ബാധ്യതകളാണ്, പരിഹാരമുണ്ട്, കഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരമില്ല, ഇത് അനുഭവിച്ച് തീർക്കാനുള്ളതാണ്. എനിക്കിതിനകത്ത് ഇവരെ ഒന്നുമല്ല പ്രശ്നം. ഒരമ്മ, എൻ്റെ ഭാര്യ. ഇവിടെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇത് കഥയൊന്നുമല്ല. ഇത് അവർ ഈ വീഡിയോ അവർ കാണുകയും ചെയ്യും, അതും എനിക്കറിയാം. കാരണം നമ്മുടെ DNA എല്ലാ പ്രോഗ്രാമും കാണുന്നവരാണ്, കണ്ടിട്ട് എന്നെ കാണാമെന്നവരാണ്. ഇതിന് പരിഹാരമായിട്ട് വന്നു. 77 വയസ്സുള്ള പിതാവും കൊച്ചു പെണ്ണ് 18 വയസ്സേ ഉള്ളൂ. അവളെ വിദേശത്തയക്കുന്നു, അവളെ പഠിപ്പിക്കുന്നു, അവളോട്ട് സംസാരിക്കുന്നു. ഹിതമല്ലാത്ത ബന്ധങ്ങൾ അതിനകത്ത് തന്നെ ഉള്ളതായിട്ട് ഇവർക്ക് ബോധ്യപ്പെടുത്തലുമുണ്ട്, ബോധ്യമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായരാണ്. ഇങ്ങനെ ഇതൊരു കഥ. ഇതേപോലെ നിരവധി ഒരുതരം മരവിപ്പ് വരും ജീവിതത്തിൽ. ആണ് ഈ പറഞ്ഞ അവിഹിതത്തിന്. ഇവിടെ എന്താണ് ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതുപോലെ ഒരുപാട് കഥകൾ എനിക്ക് പറയണമെന്നുണ്ട്. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെ ജീർണിച്ചമായിട്ടുള്ള ഒരു അവസ്ഥകളിലുള്ള കഥകൾ പറയണമെന്നുണ്ട്. കഥകളല്ല, അനുഭവങ്ങൾ പറയണമെന്നുണ്ട്. എന്തായാലും മനസ്സിൻ്റെ നിയന്ത്രണം കൈവിടാതിരിക്കട്ടെ. മനസ്സിനെ എപ്പോഴാണോ നമുക്ക് നിയന്ത്രിച്ച് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെയാണ് മനസ്സ്. ചിന്തകളാണ് മനസ്സുമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ചിന്തകൾ കൈവിട്ട് പോകാതിരിക്കട്ടെ. ഒരുപാട് ഡൈവോഴ്സുകളുണ്ട്, പിന്നെ കല്യാണം കഴിക്കുന്നവരുണ്ട്, പിന്നെ പൊരുത്തപ്പെടാൻ പറ്റാത്തവരുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ചേർത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.